Hi friends, welcome to Michu's World. നമ്മൾ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് വെറുതെ കളയുന്ന ആ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ഫ്ലവർ വേസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പഴയ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പേജസൊക്കെ ഇതേപോലെ ചെറുപ്പറാന്ന് കീറിയെടുക്കണം. കുറച്ച് വലിയ പീസാക്കിയിട്ട് വേണം കീറിയെടുക്കാൻ. പിന്നെ ഇതൊക്കെയാണ് ബാക്കി വേണ്ട മെറ്റീരിയൽസ്. ഞാൻ എടുത്തിട്ടുള്ള ബോട്ടിൽ ഒരു ചെറിയ ബോട്ടിലാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ചെറിയ ടൈപ്പ് ബലൂണാണ്. നമ്മളെടുക്കുന്ന ബോട്ടിലിൽ പകുതി വലുപ്പത്തിൽ ഈ ബലൂൺ ഒന്ന് വീർപ്പിച്ചിട്ട് ഒരു 2, 3, 4 വട്ടം കെട്ടി കൊടുക്കണം. ഇനി ഒരു ബൗളിൽ കുറച്ച് വൈറ്റ് ഗ്ലൂ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഡൈല്യൂട്ട് ചെയ്ത് എടുക്കണം. ഇനി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഈ പേപ്പർ എടുത്തിട്ട് ഈ വൈറ്റ് ഗ്ലൂവിൽ മുക്കിയിട്ട് ബലൂണിൻ്റെ പുറത്ത് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്തതിനേക്കാളും ചെറിയ പീസ് ഉപയോഗിച്ചിട്ടാണ് സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുമ്പോൾ ഈ പേപ്പറൊന്നും അതിൽ നിന്ന് അടർന്നു പോരാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യേണ്ടത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ജസ്റ്റ് പേപ്പർ തന്നെ വെച്ചിട്ട് ഒരു ലെയറും കൂടി നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഈ 3 ലെയർ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കപ്പിൻ്റെയോ ഗ്ലാസിൻ്റെയോ മുകളിൽ ഇതേപോലെ വെച്ചിട്ടാണ് ഡ്രൈ ആക്കി എടുക്കേണ്ടത്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഹാർഡായിരിക്കും. ഇനി ഈ ബോട്ടിൽ ഈ ബലൂണിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ബലൂൺ ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഒരു റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ബലൂൺ നമുക്ക് പുറത്തെടുക്കാം. ഈ ബോട്ടിലിൻ്റെ നെക്ക് വരെയാണ് ഈ ബലൂണിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പേപ്പർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഈ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഹൈറ്റൊക്കെ ക്ലിയർ ആയി. ഇനി ബോട്ടിൽ ഈ ബലൂണിൻ്റെ ഉള്ളിലൊന്ന് ഫിക്സ് ആക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് 4 ആക്കി മടക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഈ ബോട്ടിലിൻ്റെ നെക്കിലൂടെ ഇട്ടിട്ട് ഇതൊന്ന് ഫിക്സ് ആക്കി കൊടുക്കാം. ഇനി സെല്ലോ ടൈപ്പോ അല്ലെങ്കിൽ ഇതേപോലെ മാസ്കിംഗ് ടൈപ്പോ ഉപയോഗിച്ചിട്ട് ഈ ബോട്ടിലും ഈ ബലൂണും കൂടിയിട്ടൊന്ന് ഫിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതേപോലെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഈ ബോട്ടിലിൻ്റെ നെക്കിൻ്റെ ഭാഗത്തൊന്നും ഇങ്ങനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് നേരത്തെ പോലെ മാസ്കിംഗ് ടൈപ്പ് ഉപയോഗിച്ചിട്ട് ചുറ്റിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലവർ വേസിൻ്റെ അല്ലെങ്കിൽ ഒരു പോട്ടിൻ്റെ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് ഫ്ലാറ്റ് ആയിട്ട് കിട്ടും. ഇനി നേരത്തെ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള മാസ്കിംഗ് ടാപ്പുകളൊക്കെ ഒന്ന് അടർന്നു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലെയറും കൂടിയും ടിഷ്യൂ പേപ്പറും ഇതേപോലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനിയാണ് നമ്മുടെ ഡെക്കറേഷൻ പാർട്ട്. ഞാനിവിടെ 2 ടൈപ്പ് ഉള്ളൻ നൂലാണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ പകുതി ഒരു കളറ് പകുതി ഒരു കളറ് എന്നുള്ള രീതിയിൽ ചുറ്റി കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി പ്ലാസ്റ്റർ ഓഫ് പാരീസോ അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഡ്രൈ ആയതിന് ശേഷം സാൻഡ് പേപ്പറൊക്കെ വെച്ചിട്ട് നന്നായി ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക. എന്നിട്ട് ജസ്റ്റ് കളറൊക്കെ ചെയ്താൽ നല്ല ഫ്ലവർ വേസ് റെഡിയാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു ഉള്ളൻ നൂല് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതും നല്ല ഭംഗിയാണ് കാണാൻ. താഴ്ഭാഗത്ത് നൂല് ചുറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെക്കുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ഡെക്കറേഷൻസൊക്കെ നിങ്ങളുടെ ഓരോ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്താൽ മതി. മുത്തുകൾ ഉപയോഗിച്ചിട്ടും അതുപോലെ സീക്വൻസ് ഉപയോഗിച്ചിട്ടും ഒക്കെ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വൂളൻ ത്രെഡിൻ്റെ കൂടെ കുറച്ച് സീക്വൻസും കൂടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പോട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡെക്കറേഷൻസൊക്കെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ചെയ്താൽ മതി. ഈ വൂളൻ ത്രെഡിന് ഫൈനായിട്ടുള്ള കുറേ പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. ഫെവിക്കോൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ത്രെഡ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫെവിക്കോളിൻ്റെ വൈറ്റ് കളർ പാടുകളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നീല കളറുള്ള അക്രൈലിക് പെയിൻറ്റോ ഓയിൽ പെയിൻറ്റോ യൂസ് ചെയ്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ കുറച്ച് സീക്വൻസും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ട് ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.